ക്രിട്ടിക്കലാണ്. അതിൽ തന്നെ ഒരാളുടെ നില വളരെ ഗുരുതരമാണ്. മറ്റവർ രണ്ടുപേരും താരതമ്യേന അതിന്റെ തീവ്രത അവർക്ക് കുറവാണ്. ആലപ്പുഴയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥികളിൽ 2 പേരുടെ നില ഗുരുതരമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണെന്ന് മന്ത്രി പറഞ്ഞു. പരിക്കേറ്റ് ചികിത്സയിലുള്ളവരിൽ ഒരാളുടെ നില വളരെ ക്രിട്ടിക്കലാണ്. 2 പേര് ക്രിട്ടിക്കലാണ്. ഒരാളുടെ നില വളരെ മോശമാണ് എന്നുള്ളതാണ്. ഇപ്പം മെഡിക്കൽ ബോർഡ് പ്രത്യേകമായിട്ട് ചേരുന്നുണ്ട്. മെഡിക്കൽ ബോർഡ് സാധ്യമായിട്ടുള്ള എല്ലാ ചികിത്സകളും നൽകണമെന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കൂടി മെഡിക്കൽ ബോർഡ് പരിശോധിക്കും. നിലവിലുള്ള സ്ഥിതി, ഇപ്പോൾ നൽകുന്ന ട്രീറ്റ്മെൻറ്റ്, ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ മെഡിക്കൽ ബോർഡ് പരിശോധിക്കും. മെഡിക്കൽ ബോർഡ് ലോഞ്ച് ചെയ്യും. ഇവിടെ പൂർണ്ണമായ എല്ലാ ചികിത്സയും ഇവിടെ നൽകാൻ കഴിയും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് മെഡിക്കൽ ബോർഡ് ഇപ്പോൾ അതുകൂടിയാണ് പരിശോധിക്കുന്നത്. ഇപ്പോൾ നൽകുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ചുമതല വഹിക്കുന്ന ഡോക്ടേഴ്സുമുണ്ട്. അപ്പോൾ നിലവിലുള്ള ട്രീറ്റ്മെൻറ്റും അവരുടെ ശാരീരിക അവസ്ഥയും ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് കൂടി അവർ കൂട്ടായിട്ട് ആലോചിക്കും. അതിനു വേണ്ടിയിട്ടാണ് പ്രത്യേക മെഡിക്കൽ ബോർഡ് ചേരുന്നത്. പക്ഷേ ഒരു സ്റ്റുഡൻറ്റിൻ്റെ നില വളരെ വളരെ മോശമാണ്. പക്ഷെ പരമാവധി എല്ലാ കാര്യങ്ങളും ചെയ്ത് ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. മറ്റു 3 പേരും അപകടനില തരണം ചെയ്തെന്ന് പറയാനാവുന്ന സ്ഥിതിയിലേക്ക് എത്തിയോ? അതിൽ 2 പേരുടെ, ഈ 4 പേരിൽ 2 പേരുടെ നില ക്രിട്ടിക്കലാണ്. അതിൽ തന്നെ ഒരാളുടെ നില വളരെ ഗുരുതരമാണ്. മറ്റവർ രണ്ടുപേരും താരതമ്യേന അതിന്റെ തീവ്രത അവർക്ക് കുറവാണ്. കാരണം അവരുടെ പേരൻസിനെ ഞാൻ കണ്ടിട്ടില്ല. അത് അവരെയും കൂടെ കണ്ടതിന് ശേഷം ഇവിടെ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ചികിത്സയും അവർക്ക് നൽകും എന്നുള്ളതാണ് സൂപ്രണ്ടും പ്രിൻസിപ്പലും ഒക്കെ അറിയിച്ചത്. മെഡിക്കൽ ബോർഡ് ചേർന്ന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇന്റർവെൻഷൻ ആവശ്യമുണ്ടോ എന്നുള്ളത് കൂടി നോക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ്. ചികിത്സ സംബന്ധിച്ച് സാധ്യമായതെല്ലാം ചെയ്യുമെന്നും മെഡിക്കൽ ബോർഡ് പ്രത്യേകമായി ചേരുന്നുണ്ടെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. പരമാവധി കഴിയാവുന്നതെല്ലാം ചെയ്ത് ചികിത്സയിലുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നതിനാണ് ശ്രമിക്കുന്നത്. 3 പേർ വെന്റിലേറ്ററിലാണ്. അവരിൽ ഒരാൾക്ക് മസ്തിഷ്ക ശസ്ത്രക്രിയ ചെയ്തു. ഒരാൾക്ക് 1-ലധികം ഫ്രാക്ചറുകളുണ്ട്. ആകെ 11 പേരിൽ 5 പേരും ആശുപത്രിയിൽ എത്തിക്കും മുമ്പേ മരണമടഞ്ഞിരുന്നു. ഒരാൾക്ക് മറ്റ് മുറിവുകളോ പരിക്കുകളോ ഒന്നുമില്ല. പക്ഷേ മെന്റൽ ഷോക്കുണ്ട്. ബ്രെയിൻ സർജറി ചെയ്തയാൾ രാവിലെ കണ്ണു തുറന്നിരുന്നു. അത് പോസിറ്റീവായ കാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ 5 പേരുടെയും മൃതദേഹങ്ങൾ കോളേജിലെ സെൻട്രൽ ലൈബ്രറി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. 1.5 മണിക്കൂറോളം നീണ്ട പൊതുദർശനത്തിന് ശേഷം 5 വിദ്യാർത്ഥികളുടെയും മൃതദേഹങ്ങൾ അവരവരുടെ സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. പ്രത്യേകം തയ്യാറാക്കിയ ആംബുലൻസുകളിൽ പോലീസ് അകമ്പടിയോടെയാണ് മൃതദേഹങ്ങൾ വിദ്യാർത്ഥികളുടെ നാട്ടിലേക്ക് കൊണ്ടുപോയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.